നമസ്തേ, സ്വാഗതം. കുറച്ചുപേരും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ വസുന്ധര. റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ 21 ദിവസങ്ങളായിട്ട് റെഗുലറായിട്ട് ചെയ്തു വരുന്ന യോഗ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ് അല്ലേ, ഇൻ്റർനാഷണൽ യോഗ ഡേ. അപ്പോൾ യോഗ ഡേ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? വൈ വി ആർ സെലിബ്രേറ്റിംഗ് യോഗ ഡേ ഇൻ ദിസ് June 21st? എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? പ്രത്യേകതകളുണ്ട്. അതായത് ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദിവസത്തിൻ്റെ നീളം കൂടിയ ദിവസമാണ്. പിന്നെ എന്തൊരു നല്ല കാര്യം തുടങ്ങാനും ഇന്നത്തെ ദിവസം നല്ലതാണ്. ഗുരു പൂർണിമ എന്ന് പറയും, ഇന്നത്തെ ദിവസം നല്ലതാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മളുടെ യോഗയുടെ ആചാര്യനായ ടി കൃഷ്ണമാചാര്യയുടെ ജന്മദിനം കൂടിയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് 21st നമ്മൾ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. സോ എല്ലാ വർഷവും ഓരോ ദിവസവും ഓരോ ഡേ ആണ്. സോ ഈ ദിവസം നമ്മൾ ഒരു ദിവസത്തേക്കല്ല, അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഒരു 21 ദിവസം May 25th തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഒരു ദിവസത്തേക്കായിട്ടുള്ള ആഘോഷമല്ല, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലല്ല വേണ്ടത്. നമ്മളത് റെഗുലറായിട്ട് ചെയ്യേണ്ടതാണ്. ഒരു കാര്യം സ്ഥിരമായിട്ട് ഒരു 7 ദിവസത്തെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹാബിറ്റായി മാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 7, 14, 21 എന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മളുടേതായ രീതിയിൽ യോഗ ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി യോഗ ഡേ സെലിബ്രേഷൻ വിത്ത് റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ ആൻഡ് യോഗ ഫാമിലി. മീ ഡോക്ടർ വസുന്ധര ഹിയർ ടു ഗൈഡ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? കോമൺ യോഗ പ്രോട്ടോക്കോളാണ്. അല്പം ഒന്ന് സമയമെടുത്താലും എല്ലാവരും എന്നോടൊപ്പം തന്നെ ഉണ്ടാകണം. നമുക്ക് ഒരു പാക്കേജ് ആയിട്ട്, ഒരു ഷെഡ്യൂളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, സിറ്റ് ഇൻ എ വെരി കംഫർട്ടബിൾ പോസ്റ്റർ. വളരെ റിലാക്സ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. റിലാക്സ് യുവർ ബോഡി കംപ്ലീറ്റ്ലി. ഐസ് ക്ലോസ്ഡ് ആൻഡ് ഹെഡ് ഇൻ എ വെരി കംഫർട്ടബിൾ പോസ്റ്റർ. കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. വളരെ സാവധാനത്തിൽ വേണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും. അത്രയും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. Gently inhale and exhale it out. Feel the changes in your body. Inhale and raise your hands above your head. Chant Omkara. Release and relax. Feel the vibration throughout your body. Gently take your hands to Namaskara Mudra. Let's start the session with the prayer. ഒരു പ്രയറോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം.
सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। Hold your hands at the back. Inhale, exhale and bend forward. Touch your forehead to the ground. Inhale and come up and go for palming. Rub your hands. Once you feel the heat, place it over your eyes. Kai choodu vanna kannil vekkuka. Once more, rub your hands. Place it over your eyes. Once more, rub your hands. Place it over your eyes. Gently open your eyes. സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. നമസ്തേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു പോസ്റ്ററിലേക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ഓക്കെ. ഓക്കെ, റിലാക്സ് ചെയ്ത് നിന്നോളൂ. വളരെ ഫ്രീ ആയിട്ട് നിൽക്കണം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൂസനിങ് എക്സസൈസ് ആണ്. കംഫർട്ടബിൾ ആയിട്ട് മാറ്റിലേക്ക് കയറി നിൽക്കുക. കൈകൾ പുറകിൽ കെട്ടുക. ഇതുപോലെ ഒന്നുകിൽ കൈ പിടിക്കണം അല്ലെങ്കിൽ റിസ്റ്റിൽ പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് മുകളിലോട്ടും ശ്വാസം വിട്ടുകൊണ്ട് ശിരസ് താഴോട്ടുമായിട്ട് അനക്കുക. 1 2 3 4 5 6 7 8 9 10. സൈഡ് വൈസ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. തല നേരെ നോക്കി വേണം ചെയ്യാൻ. ഒരു കാരണവശാലും താടി താഴ്ക്കരുത്. 1 2 3 4 5 6 7 8 9 10. തിരിഞ്ഞു നോക്കാം. 1 2 3 4 5 6 7 8 9 10. Rotation center in the 1 2 3 4. തിരിച്ച് 1 2 3 4. റിലാക്സ്. ശ്രദ്ധിക്കുക, കഴുത്ത് വേദന ഉള്ളവരും തലകറക്കമുള്ളവരും തല കറക്കരുത്. സാധാരണ ആരോഗ്യമുള്ളവർ മാത്രം തല കറക്കുക. അടുത്തതാണ് നമ്മുടെ തോള്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് തോളിൽ കൈവയ്ക്കുക. കൈകൾ മുട്ടുകൾ ചേർത്ത് വെക്കുക. ഇതുപോലെ താഴ്ത്തി വെക്കണം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കറക്കി ഫ്രണ്ടിൽ കൊണ്ടുവരിക. 1 2 3 4 5. ഇനി തിരികെ കൊണ്ടുവന്ന് 1 2 3 4 5. റിലീസ്, റിലാക്സ്. അടുത്തത് കടി ചക്രാസനയാണ്. ശ്രദ്ധിച്ചോണം. കൈകൾ മുന്നിലോട്ട് വെച്ചിട്ട് നമ്മൾ പതുക്കെ ബാക്കിലോട്ട് ടേൺ ചെയ്യുമല്ലോ. സോ സ്വാഭാവികമായി മൊത്തത്തിൽ ടേൺ ആവും ചെയ്യരുത്. ഇടുപ്പ് മാത്രം, ഇടുപ്പിന്റെ ഇതുവരെയുള്ള ഭാഗം സ്റ്റിഫായിട്ട് വയ്ക്കുക. നേരെ ഫ്രണ്ടിൽ നോക്കണം. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് കൈ പതുക്കെ പോകുക. ഫ്രണ്ടിൽ മറ്റേ കൈ എന്ത് ചെയ്യണം? തോളിൽ വെക്കുക. പുറകിലേക്ക് നോക്കുക. ഇൻഹേൽ എക്സേൽ. ഇൻഹേൽ. ഇത് നന്നായിട്ട് സ്ട്രെച്ച് ആവും. എക്സേൽ. ഹിപ്പ് നേരെയാണ്. ഇൻഹേൽ എക്സേൽ. ഇൻഹേൽ റിലീസ്. ഇതൊരു ആസനയാണ്. കടി ചക്രാസന എന്ന് പറയും. സോ നമ്മുടെ ലോവർ ബാക്ക് പെയിൻ ഇത് വളരെ നല്ലതാണ്. Now for your hip region, കൈ രണ്ട് ഇടുപ്പിൽ
വെക്കണം. എന്നിട്ട് പതുക്കെ നേരെ നോക്കി ഇടുപ്പ് മാത്രം കറക്കുക. 1 2 3. ഇപ്പൊ കണ്ടില്ലേ, എന്റെ തല അനങ്ങുന്നില്ല, ശരീരം മാത്രമാണ് അനങ്ങുന്നത്. അതുപോലെ 4 5 6 7 8 9 10. തിരിച്ച് 1 2 3 4 5 6 7 8 9 10. Release and relax your body. Okay, now slowly release your body. Make yourself comfortable. ഇനി അടുത്ത കാൽമുട്ടിന് ചെയ്യുമ്പോൾ മുട്ട് മടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മുട്ട് വെളിയിൽ പോകരുത്, പാദത്തിന്റെ ലൈനിൽ വരണം. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കൈകൾ മുന്നിലോട്ട് വെച്ചു. 1 2. അപ്പൊ കാൽമുട്ട് ചേർത്ത് വെക്കാമോ? ഇല്ല, അകത്തി വെക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Release. Exhale. Release your hands. സൂക്ഷ്മ വ്യായാമം കഴിഞ്ഞതിന് ശേഷം എല്ലാ മേജർ ജോയിന്റ്സിലെയും വ്യത്യാസം ശ്രദ്ധിക്കുക. Slowly, after doing the loosening exercise, head and neck movement, shoulder rotation, spinal twist, hip rotation, knee movements, observe the changes in your major joints. Gently open your eyes. Now we go for the smaller joints. ചെറിയ muscle joints സന്ധികളിലേക്ക് പോകാം. Starting with your elbows. Place your hands straight. Bend it, extend. Bend it, extend. മടക്കുക, നിവർത്തുക. മടക്കുക, നിവർത്തുക. ഒരൊറ്റ ലൈനാണ്. മടക്കുക, നിവർത്തുക. മടക്കുക, നിവർത്തുക. മടക്കുക, നിവർത്തുക. പതുക്കെ കൈ താഴ്ത്തി കൊണ്ടുവരിക. സംശയമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം. അടുത്ത ഏതാണ്? നമ്മളുടെ റെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈയിന്റെ മുട്ട് നന്നായിട്ട് ഇതുപോലെ താഴെ വരണം. ഫുൾ ഇങ്ങനെ തുറന്നു വെച്ച് കൈ താക്കുക. അതുപോലെ മേലെ വരണം. മേലെ വരുമ്പോൾ കൈമുട്ട് മടക്കരുത്. കൈമുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഒന്ന് ചെയ്തേ. Bend it, extend. Bend it, extend. Bend it, extend. Okay. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അകത്തോട്ടും പുറത്തോട്ടും. Now you can see here 1 2 3 4 5 6 7 8. Very slowly you have to do it. Okay, 1 2 3 4 5 6 7 8. Release. Now for your legs, just extend your legs. Toes. 1 2 3 4 5 6 7 8 9 10. Next leg. 1 2 3 4 5 6 7 8 9 10. Relax. Now for your toes and your fingers. എന്ത് ചെയ്യണം? കൈയിന്റെ വിരലുകൾ നന്നായിട്ട് കൺട്രാക്ട് ചെയ്യണം. അതുപോലെ കാലും. Tighten, stretch. Tighten, stretch. കൂട്ടി താഴ്ത്തി. Tighten, stretch. Tighten, stretch. Tighten, stretch. Tighten, stretch. Now go for the other side. അടുത്ത കാല്. Tighten, stretch. Tighten, stretch. Tighten, stretch. Relax. Keep your legs apart, hands at the back, eyes closed and relax. Close your eyes, observe your whole body. Feel the changes in your body. Make out the changes in your body. ശരീരത്തിൽ വന്ന വ്യത്യാസം ശ്രദ്ധിക്കുക.
ശ്വാസമെടുത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നമുക്ക് ആകാരം ചൊല്ലാം. ഇൻഹേൽ, inhale, inhale, relax your body completely. Close your eyes, observe your breath. Gently open your eyes, relax your body. Now we are going to do the Tadasana. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ആസനമാണ്. താടാസനം. ഏവരും മാറ്റിലേക്ക് വന്നു നിൽക്കുക. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കണം. ശ്വാസം എടുത്തുകൊണ്ട് വളരെ പതുക്കെ കൈ മുകളിലേക്ക് ഉയർത്തി കൈ ഇന്റർലോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് കൈപ്പത്തി തിരിച്ച് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? യു ഹാവ് ടു ലിഫ്റ്റ് ഫ്രം യുവർ ഹിപ്പ് റീജിയൻ. സ്ട്രെച്ച് ഇറ്റ് അപ്പ് 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 അപ്പ്. Exhale, stand on your toes. Maintain 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Slowly release your leg. Turn your palms up downward. Inhale, exhale and release. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ റിലീസ് ചെയ്ത് കൈകൾ താഴ്ത്തിയിടുക. Observe your body completely. Full body stretch feel ചെയ്യും. ശരീരം ആസകലം വലിവ് ഫീൽ ചെയ്യും. അതിൽ മാത്രം ശ്രദ്ധിക്കുക. Now open your eyes. Now we go for Trikonasana. നമ്മൾ ആദ്യം വലത്തേക്കാലോ അല്ലെങ്കിൽ ഇടത്തേക്കാലമായിരിക്കും അകത്തുന്നത്. സോ അതിന് സമമായിട്ട് നമുക്ക് അകത്താം. അതിന് നമ്മൾ കൈകൾ ബെൻഡ് ചെയ്ത് just sit and jump. അപ്പൊ ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വലത്തേക്കാൽ, എന്റെ വലത്തേക്കാലാണിത്. സോ വലത്തേക്കാലിന്റെ പാദം 90 ഡിഗ്രി ആയിട്ട് തിരിച്ചു വെച്ചു. ഇടത്തേക്കാലിനെ സ്വല്പം ഒന്ന് ചരിച്ചു വെച്ചു. എന്റെ ഹിപ്പ് ഡയഗണലാണ്, അതിനെ നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. Now you are in a stable posture of Trikonasana. So turning your foot to 90 degree, turning your left foot to slightly to the right side and your hip straight. You are making your Trikonasana posture stable. Now inhale. ഒരാൾ വലിക്കുന്ന പോലെ പുഷ് ചെയ്തേ. Now slowly pull it to the other side as much as possible. And hereafter I can't go it. At that time, gently come down. Place it over your foot. Straighten your palms. കൈപ്പത്തി മുന്നിലോട്ട് വെക്കുക. ഫ്രണ്ടിലോട്ട് ഇരുന്ന ബോഡി ബാക്കിലോട്ട് ആഞ്ഞു വരിക. You feel the stretching here. Now turn your head towards upward on exhalation. Maintain the normal breathing. Normal breathing. Slowly release your head. Now saying inhale. Straighten your hip. Now on exhalation, correct your foot. You have to correct your foot. Now again my hip is on the side, isn't it? Turn it forward. Hip നേരെ മുന്നിലേക്ക് കൊണ്ടുവരിക. Now pull it towards the other side. കൈ മേലോട്ട് വലിക്കുക. Inhale, exhale. Correct your body backward. Look it up. 1 2 3 4 5 6 7 8 9 10 11 12. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ഹെഡ് സ്ട്രെയിറ്റ് ചെയ്യുക. വീണ്ടും inhale, come up, straighten your body. Exhale, release your hands and slowly correct your foot. നമ്മൾ ചാടിയാണ് പോയത് അല്ലേ? ചാടി തന്നെ നമുക്ക് തിരിച്ചു വരാം. Inhale, exhale, slowly relax. Just relax your body. Keep your legs apart, hands at the
the back, eyes closed and relax. Feel the changes in your leg region. കാലുകൾ രണ്ടിലും ശ്രദ്ധിക്കുക. തൈസ്, ഇടുപ്പ്, ചെസ്റ്റ് ഇവയിലെല്ലാം ശ്രദ്ധിക്കണം. Now gently open your eyes. Keep your legs together, hands close to your body. പതുക്കെ സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. നമ്മൾ ഇരിക്കാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ളത്. സോ കുറച്ചൊന്ന് അടുപ്പിച്ചിടുവാണ്. എങ്ങനെ ഇരിക്കണം? Inhale, raise your hands up. Exhale, come down. ശ്വാസം വിട്ടുകൊണ്ട് വന്നു. ഇനി എന്താ ചെയ്യണ്ടേ? Bend your knees, sit. കുത്ത വെച്ചിരിക്കുക. കുത്ത വെച്ചിരിക്കുമ്പോ എന്ത് പറ്റും? കാലിന്റെ പാദം മുഴുവൻ തറയിൽ തൊടണം. വിടാനൊക്കെ പോകും, സാരമാക്കണ്ട. Just maintain. Sit like this. Now place your hands on the ground. Extend your legs one by one. So you are comfortably sitting. പലരും പറയും പാടാണ്, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, മുട്ടുവേദന ഉണ്ടെന്നൊക്കെ. സാരമാക്കണ്ട. നിങ്ങൾക്ക് എത്ര പറ്റുമോ അതുപോലെ ചെയ്യുക. റെഗുലർ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം സാധിക്കും. ഒന്നും സാധിക്കാതായിട്ടുള്ള നമുക്ക് ഇല്ല, എല്ലാം സാധിക്കും. അപ്പൊ റെഗുലർ ആയിട്ട് ഏതാണോ നമുക്ക് കിട്ടാത്തത് അത് നമ്മൾ ചെയ്യണം. ശരിയാണ്. കൈ ബാക്കിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. Eyes closed and relax. നമുക്ക് forward bending, keep your legs together. As we have not done the forward bending in standing, we are doing the forward bending in the sitting. Okay. Now inhale, raise your arms above your head. Stretch it from your lower back. Exhale, come forward. Catch hold of it. Now you bend your elbows out. Very good. Bend it and touch your forehead to the ground. Maintain the normal breathing. Maintain the normal breathing. Inhale, lift your head. Straighten your elbows. Inhale, come up. And slowly release your hands. So you feel the stretching over your legs as well as your back. Just relax. ഇപ്പൊ നടുവേദന ഉള്ളവർ എങ്ങനെയാ ചെയ്യേണ്ടത്? കാല് ചേർത്ത് വെക്കാമോ? പാടില്ല. കാലകത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ. നടുവേദന, വയറൊക്കെ ഉള്ളവര് ഈ കാലകത്തി വെച്ചിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ യു ഹാവ് ഇനർ സ്പേസ്. ഓക്കെ, ശ്രദ്ധിക്കണം അത് ചെയ്യുമ്പോൾ. മേരു വക്രാസന. ഒരു കാല് നീട്ടി വെക്കുന്നു, വലത്തെ കാല് നീട്ടി, ഇടത്തെ കാല് മടക്കി വെക്കുന്നു. ഏത് കാലാണോ നീട്ടി വെച്ചിരിക്കുന്നത് ആ കൈ ബാക്കിൽ വെക്കുന്നു. So keep one leg straight and which leg you have kept straight, place that hand behind. Now what about the other? മറ്റേ കൈ എന്ത് ചെയ്യണം? Inhale, exhale, bring it front. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് മുന്നിൽ കൊണ്ടുവരിക. എൽബോ കൊണ്ട് knees സപ്പോർട്ട് ചെയ്യുക. Support the knees with the elbow. Look forward. Inhale, exhale, bend backward. Feel the twisting over your spine. Just maintain this posture. Inhale, look forward, exhale your left hand, then your right hand and your leg. Relax it. Go for the other side. Bend your left leg, right leg. Place your left hand in the back. Inhale, exhale, inhale and exhale. Inhale and exhale. Release your hands one by one and your legs. Just relax your body completely. Feel the changes in your body. Make out the changes in your body. Gently open your eyes. Keep your legs together. Next we are going to do the Marjariyasana. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള cat stretch pose. എന്താണ് നല്ലത്? നമ്മുടെ whole spine നമ്മൾക്ക് manipulate ചെയ്യാൻ പറ്റും. സോ അത് 4 കാലയിൽ വരണം. കൈ ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ വെച്ച് 2 മുട്ടുകളും വെളിയിലോട്ട് മടക്കുക. സാവധാനത്തിൽ എഴുന്നേറ്റിരിക്കണം.
ആദ്യം വജ്രാസനത്തിൽ ഇരിക്കുക. രണ്ട് കാലും തമ്മിൽ ഒരു കൈയളവ് ഡിസ്റ്റൻസ് എടുക്കുക. അതേ കൈയളവ് മുന്നിലോട്ടും എടുക്കുക. ഇനി പതുക്കെ 4 കാലയിൽ വരിക. സ്പൈൻ സ്ട്രെയിറ്റ് ആക്കാൻ ഒരു കൈപ്പത്തി ഫ്രണ്ടിലോട്ട് വന്ന് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി കാലുകൾ അകത്തി വെക്കുക. ചതുഷ്പാദാസന. Now slowly come to Chaturpadasana. Now inhale, bend your abdomen down, look up. Exhale, come down, look down. Inhale, exhale, inhale, exhale, release. Now we go for the other side. Just place your knees together. Lift your legs up. Inhale, exhale. Try to touch it. തൊടാൻ പറ്റുന്നത് തൊടുക, അല്ലാത്തൊരു കാൽ തറയിൽ വെച്ചോളൂ. അടുത്ത സൈഡ്. Inhale, exhale, touch it. തൊടാൻ പറ്റുന്നത് തൊടുക. Now go for the other side. Inhale, exhale, inhale, exhale, release and relax in Shashanasana. മുട്ട് മടക്കി കൈകൾ മുന്നിലോട്ട് നീട്ടി വെച്ച് റിലാക്സ് ചെയ്തിരിക്കുക. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് കൊണ്ടുവരണം. സാവധാനത്തിൽ റിലീസ് ചെയ്യണം. ഇനി നമുക്ക് കമഴ്ന്ന് കിടക്കാം. കമഴ്ന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മകരാസനത്തിൽ കിടക്കണം. അതിന് വലത്തെ കൈ ഇടത്തെ ഷോൾഡറിലും ഇടത്തെ കൈ വലത്തെ ഷോൾഡറിലും വെച്ച് കൈ ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് ശിരസ് വലത്തോട്ട് വെച്ച് വേണം കിടക്കാൻ. ഞാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്ന് വരില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരുന്നത്. വളരെ പതുക്കെ നിവർന്ന് കമന്ന് കിടക്കുക. കൈ മുന്നിലോട്ട് നീട്ടി വെച്ച് കിടക്കണം. കാലുകൾ അകത്തി വെക്കണം. വലത്തെ കൈ ഇടത്തെ ഷോൾഡറിലും ഇടത്തെ കൈ വലത്തെ ഷോൾഡറിലും വെച്ച് കിടക്കുക. കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. ശിരസ് വലത്തോട്ട് ചരിച്ച് വെച്ച് കിടക്കുക. ഭുജംഗാസനം. കാലുകൾ ചേർത്ത് വെക്കുക. തല സ്ട്രെയിറ്റ് ചെയ്ത് കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. വളരെ സാവധാനത്തിൽ കൈകൾ രണ്ടും നെഞ്ചിന്റെ ഇരുവശത്ത് വെച്ച് രണ്ട് മുട്ടുകളും പരസ്പരം ചേർത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല, നെഞ്ച്, വയറ് എന്ന ക്രമത്തിൽ മേലോട്ട് വളയുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വയറ്, നെഞ്ച്, നെറ്റി എന്ന ക്രമത്തിൽ തിരികെ വരിക. ഒരിക്കൽ കൂടി ചെയ്യാം. Inhale, exhale. ഒരിക്കൽ കൂടി. Inhale, exhale. തോള് റിലാക്സ് ചെയ്ത് കാല് തറയിട്ടുടിയിച്ച് കൈകൾ മുന്നിലേക്ക് നീട്ടി വെച്ച് രണ്ട് കാലും അകത്തി അദ്വാസനം. വക്രാസനമാണ് ഇങ്ങനെ കിടക്കുന്നത്. കൈകൾ നീട്ടി വെച്ച് കാലകത്തി വലത്തെ വശത്തോട്ട് ഇതുപോലെ തല ചരിച്ച് വെക്കുന്നതിന് അദ്വാസന എന്ന് പറയും. ഈ ആസനയിൽ നമുക്ക് റിലാക്സ് ചെയ്യാം. ശിരസ് നേരെ കൊണ്ടുവന്ന് കാലുകൾ ചേർത്ത് വെച്ച് ഈ മകൾക്ക് നമുക്ക് ശലഭാസനം
ചെയ്യാം? അതിന് കൈ ചുരുട്ടി പിടിക്കണം. തള്ളവരലിന്റെ അകത്ത് കൈയിന്റെ കൈപ്പത്തിലൂടെ തള്ളവരൽ വെച്ച് കൈ ചുരുട്ടി പിടിക്കുക. ഒരു മുഷ്ടിയാക്കിയിട്ട് തൊടയുടെ അടിയിലോട്ട് കൈ വയ്ക്കണം. ഇങ്ങനെ തള്ളവരലകത്തോട്ട് വെച്ച് 4 വിരലുകൾ ചുരുട്ടുക. തുടയുടെ അടിഭാഗത്ത് കൈവയ്ക്കുക. അതുപോലെ അടുത്ത സൈഡും ചെയ്യുക. ചെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 2 തോളും തലയെ തൊടിയിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ കാല് മേലോട്ട് ഉയർത്തുക. ഇടുപ്പിൽ നിന്ന് വേണം മേലോട്ട് ഉയർത്താൻ. കാൽമുട്ട് മടങ്ങരുത്. ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. അടുത്ത കാല് ഇൻഹേൽ. കറക്റ്റ് ആണ് ചെയ്യുന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കും. എക്സേൽ, റിലീസ്. സാവധാനത്തിൽ കൈകൾ ഓരോന്നായിട്ട് റിലീസ് ചെയ്ത് കൈകൾ രണ്ടും ക്രോസ് ചെയ്ത് വലത്തോട്ട് ശിരസ് വെച്ച് കാലകട്ടി വെച്ച് കിടക്കുക. പതുക്കെ കാലുകൾ ചേർത്ത് ചരിഞ്ഞ് കിടക്കാം. അനന്ത ശയനാസനം. കൈ തലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കിടക്കുക. മറ്റേ കൈ നിങ്ങളുടെ നെഞ്ചിന്റെ മുന്നിൽ കൊണ്ടുവരണം. കാലുകൾ രണ്ടും സമമായിരിക്കും. കാലിന് ബുദ്ധിമുട്ടില്ലാത്തവർ നേരെ ഇതുപോലെ ഉയർത്താവുന്നതാണ്. മസിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കാല് മടക്കി വെച്ച് കൈ ഫ്രണ്ടിൽ കൂടെ വന്ന് പിടിച്ച് കാല് ഉയർത്താവുന്നതാണ്. ഏതാണോ നമുക്ക് സൗകര്യം അതുപോലെ ചെയ്യുക. ശ്വാസം ഉള്ളിലോട്ടെടുത്തുകൊണ്ട് കാല് ഉയർത്തി കാലിന്റെ പാദം തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് കാല് കൈ കൊണ്ട് ക്ലോസിൽ പിടിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. മുന്നിൽ കാണുന്ന വസ്തുവിലേക്ക് നോക്കണം. ആ ഒരു പോയിന്റിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. അനന്ത ശയനാസനം. മെയിൻറ്റെയിൻ വിത്ത് നോർമൽ ബ്രീത്തിങ്. വളരെ പതുക്കെ റിലീസ് ചെയ്യുക. കൈപ്പത്തി താഴ്ത്തി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കാല് വന്ന് കാല് തിരിച്ച് പതുക്കെ താഴെ കൊണ്ടുവരും. അല്പനേരം നിവർന്ന് കിടന്നിട്ട് ഇതേ പ്രകാരം നമ്മൾ അടുത്ത സൈഡും ചെയ്യും. അല്പം ഒന്ന് നിവർന്ന് കിടക്കുക. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ശ്രദ്ധിക്കുക. ഫീൽ ദ ചേഞ്ചസ് ഇൻ യുവർ ബോഡി. Slowly keep your legs together. Turn to the other side. ശിരസ് സപ്പോർട്ട് ചെയ്ത് കിടക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കൈ നെഞ്ചിന്റെ മുന്നിൽ കൊണ്ടുവരണം. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തി കാലുകൾ തിരിച്ച് മുകളിലേക്ക് ഉയർത്തുക. ടോസിൽ പിടിച്ചോളൂ. മെയിൻറ്റെയിൻ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ശ്വാസം വിട്ടുകൊണ്ട് കൈ റിലീസ് ചെയ്ത് കാലുകൾ താഴ്ത്തി കാലിനെ തിരിച്ച് പതുക്കെ കൊണ്ടുവരിക. തിരിഞ്ഞ് കിടക്കുക. നിവർന്ന് കിടക്കണം. കാലുകൾ അകത്തി വെച്ച് നിവർന്ന് കിടക്കുക. ശരീരത്തിന്റെ ഇരുവശങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കുക. ഇരുവശങ്ങളിൽ വന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. പവനമുക്താസനം. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ചേർത്ത് വെക്കണം. ബാക്ക് പെയിൻ ഉള്ളവർ 2 കാലും ഒരുമിച്ച് 90 ഡിഗ്രി ഉയർത്താൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യണം? കാല് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊണ്ടുവരാം. Those who are having back pain or if you find it difficult to raise up to 90 degree, just bend your legs from here. Okay. Others directly go for straight legging. ശ്വാസം എടുത്തുകൊണ്ട് കാല് 90 ഡിഗ്രി വരെ ഉയർത്തുക. കാൽമുട്ടുകൾ മടക്കുക. കൈ കൊണ്ട് കാലിന്റെ മുട്ടയെ പിടിക്കുക. Just gently bend your knees. Hold your ankle knee joint. Press it towards your chest. തലപ്പ് ഉയർത്തരുത്. നെഞ്ചിനോട് ചേർത്ത് വയ്ക്കുക. So that you feel the lifting in your lower back region. നമ്മുടെ lower back region buttocks അല്ല, ഈ എല്ല് ഉയരും. തലയിൽ നിന്നും വയറ് നന്നായിട്ട് പ്രസ് ആകും. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെറ്റിമുട്ടയെ തുണിയിക്കാൻ ശ്രമിക്കുക.
ശ്വാസം എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് റിലീസ് ചെയ്യുക. കൈകൾ റിലീസ് ചെയ്ത് എങ്ങനെയാണോ കാല് ഉയർത്തിയത് അതുപോലെ റിലീസ് ചെയ്യണം. 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി, മടക്കിയാണ് നിവർത്തുന്നതെങ്കിൽ മടക്കി നിവർത്തുക. കാലകത്തി വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. ഇവയ്ക്കെല്ലാം കോംപ്ലിമെന്ററി ആയി നമുക്ക് സേതു ബന്ധാസനം ചെയ്യാം. കാലുകൾ രണ്ടും മടക്കി വെക്കുക, കൈ തറയിൽ തൊടിയിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇടുപ്പ് മേലോട്ട് ഉയർത്തുക. എത്രത്തോളം ഉയർത്താൻ കഴിയുമോ അത്രയും ഉയർത്തിയതിനു ശേഷം കൈ കൊണ്ട് പതുക്കെ ഇടുപ്പിന് സപ്പോർട്ട് ചെയ്യുക. ശേഷം മേലോട്ട് ഉയർത്തുക. നോർമൽ ബ്രീത്തിങ്. കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കണം. Now slowly release your hands and bring your hip to the ground. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് കൊണ്ടുവരിക. കാലുകൾ ഓരോന്നായിട്ട് നീട്ടി വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടക്കുക. While you are relaxing, just focus on your breath. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇത്രയും നേരം നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട്, കമന്നും നിവർന്നും ചെയ്ത എല്ലാ ആസനങ്ങളും ശ്രദ്ധിക്കുക. Gently refresh all the asanas you were doing till now and the changes you have got in your body. ശരീരത്തിൽ വന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. Inhale on exhalation, chant Akara. Inhale. 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 Relax your body completely. ഇനി സാവധാനത്തിൽ നമുക്ക് എഴുന്നേറ്റിരിക്കാം. അതിന് കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ചേർത്ത് വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ കൈ മുകളിലേക്ക് ഉയർത്തി ഇടത്തെ കാല് മടക്കി വലത്തെ വശത്തോട്ട് ചരിഞ്ഞ് കിടക്കുക. Raise your right hand up, bend your left hand, turn to the right side. Gently come to sitting posture. അല്പനേരം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇരിക്കുക. Be in that posture for a while. Make sure that your body is coming to the normal. പഴയ അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം മാത്രം തിരിഞ്ഞ് നിവർന്നിരിക്കാം. സോ വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്നോളൂ. നിങ്ങൾ എല്ലാവരും അതേ ക്രമത്തിൽ തന്നെ ഇരിക്കുക. ഞാൻ മാത്രമേ മുന്നിലേക്ക് വരത്തുള്ളൂ. ഓക്കെ. Just relax your body completely. Relax it. Make out the changes in your body. Hands in chin mudra, eyes closed, head in a very comfortable posture. Gently observe your breath. We will be practicing pranayama. Just observe your breath. Feel the changes in your breath. Take a deep breath. ദീർഘമായി ശ്വാസം എടുക്കുക. Inhale. ശ്വാസം പുറത്തേക്ക് വിടുക. Exhale. ശ്വാസം എടുക്കുക. Inhale.
ശ്വാസം പുറത്തേക്ക് വിടുക. എക്സേൽ. സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. നാഡിശോധന പ്രാണായാമ. നിങ്ങളുടെ ഇടത്തെ കൈയിൽ ചിന്മുദ്രയും വലത്തെ കൈയിൽ നാസിക മുദ്രയും എടുക്കണം. തള്ളവിരലിന്റെ അടുത്തുള്ള 2 വിരലുകൾ അകത്തോട്ട് മടക്കുക. നേരെ മൂക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരണം. തള്ളവിരൽ കൊണ്ട് വലത്തെ മൂക്ക് അടച്ചു വെച്ച് ഇടത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുത്തോളൂ. ഇൻഹേൽ. മൂക്കടയ്ക്കുക. വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം കളയുക. എക്സേൽ. വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ഇൻഹേൽ. വലത്തെ മൂക്കടച്ച് ഇടത്തെ മൂക്കിൽ കൂടെ ശ്വാസം കളയുക. എക്സേൽ. ഇത് ഒരു പ്രാവശ്യമാണ്. ഇങ്ങനെ 3 പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മൂക്കിനെ വളച്ച് മൂക്കിന്റെ പാലം വളയ്ക്കരുത്. എല്ലിന്റെ തൊട്ട് താഴെ കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക. സോ കണ്ടിന്യൂസ് 3 റൗണ്ട്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലോസ് യുവർ റൈറ്റ് നോസ്ട്രിൽ. ഓപ്പൺ യുവർ ലെഫ്റ്റ്. ഇൻഹേൽ. ഓപ്പൺ ദ റൈറ്റ്. എക്സേൽ. Inhale right. Open left. Exhale. Once more. Inhale. Close. Open. Right. Exhale. Inhale right. Close. Open left. നമുക്ക് ഏവർക്കും ഒരുമിച്ച് ചെയ്യാം. എന്റെ ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ എല്ലാരും മനസ്സിൽ ഞാൻ പറയുന്നത് ഏറ്റു ചൊല്ലേ. ഇൻഹേൽ. എക്സേൽ. ഇൻഹേൽ. എക്സേൽ. കണ്ണ് തുറക്കരുത്. കണ്ണടച്ചു തന്നെ ഇരിക്കണം. കൈകൾ താഴ്ത്തി വെച്ച് ചിന്മുദ്ര. 2 കൈകളും ചിന്മുദ്രയിൽ വെച്ചിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ശരീരത്തിൽ വന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. സാവധാനത്തിൽ കണ്ണുകൾ തുറന്നോളൂ. അടുത്തത് നമുക്ക് ഭ്രാമരി പ്രാണായാമ. നമ്മളുടെ തള്ളവിരൽ കൊണ്ട് ചെവി അടയ്ക്കണം. ഇപ്പൊ ആരും അടയ്ക്കരുത്. ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണടയ്ക്കണം. നടുവിരൽ കൊണ്ട് മൂക്കിന്റെ പാലത്തിൽ വെക്കുക. 4ാമത്തെ വിരൽ നിങ്ങളുടെ മേൽചുണ്ടിലും ചെറുവിരൽ നിങ്ങളുടെ കീഴ്ചുണ്ടിലും. എന്നിട്ട് 2 മൂക്കിൽ കൂടെയും ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചൊല്ലണം? മകാരം ചൊല്ലണം. ഓക്കെ. ക്ലോസ് യുവർ ഇയേഴ്സ്, ഐസ്, നോസ്, upper lip, lower lip. Relax your shoulders. Inhale. Repeat one more round. Inhale. Last round. Inhale. Gently release your hands. Don't open your eyes. Just be in tune with the vibration of Makara. Be in tune with the vibration of Makara. Relax your body completely. Feel the changes in your body. Eyes closed. Listen to the sounds of your body. Heartbeat, respiratory rate. Just listen to your body. Now take your awareness outside to the universe.
to the surroundings. Experience the sweet sounds the nature is talking to you. നമ്മളുടെ കാതുകൾ തുറന്ന് പുറമേയുള്ള പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ്, ലോകം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുക. പക്ഷികളുടെ ശബ്ദത്തിലും കാറ്റിന്റെ ശബ്ദത്തിലും എപ്പോഴും നമ്മോടൊപ്പം നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ മാത്രം ശ്രദ്ധിക്കുക. സ്വാഭാവികമായിട്ട് നമ്മളുടെ ശരീരവും ഈ പ്രപഞ്ചത്തിനനുസരിച്ച് ട്യൂണായി പോകും. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമുക്കറിയാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് പോകുക. സാവധാനത്തിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖവും മനസ്സിൽ അനുഭവിക്കുന്ന ശാന്തതയിലുമേക്ക് വരിക. പലവിധ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ശബ്ദത്തോട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് പക്ഷികളുടെ സൗണ്ടാകാം, അല്ലെങ്കിൽ കാറ്റിന്റെ ശബ്ദമാകാം. ഇതുമല്ലെങ്കിൽ ചെറിയ ഒരു ഇരമ്പലാകാം. അവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവധാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മുറിയെ വീക്ഷിക്കാൻ ശ്രമിക്കുക. പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ നിന്നും പതുക്കെ ശ്രദ്ധ പുറത്തേക്ക് കൊണ്ടുപോകുക. ജനാലകൾക്ക് വെളിയിലോട്ട്. നല്ല നീല ആകാശം നമുക്ക് മനസ്സിൽ തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ട്. പച്ചപ്പുകളുടെ ഇടയിൽ കൂടെ കാണുന്ന ആകാശത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുക. ആകാശത്തില് ഈ വൈകുന്നേരത്ത് എന്തൊരു ഭംഗിയാണ്. സൂര്യാസ്തമയത്തിനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ നീല നിറം മാറി ചെറിയ ഓറഞ്ച് നിറം, മഞ്ഞ ഓറഞ്ച് നിറത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ആ സ്വർണ്ണ നിറത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകണം. മേഘങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകണം. ശരീരവും അതിനോടനുസരിച്ച് വികസിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക. ഇനി സാവധാനം മേഘങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് താഴേക്ക് നമുക്ക് നോക്കാം. പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ സ്വന്തം നാട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇതുപോലെയാണ് നമ്മളുടെ ശരീരവും. നമ്മൾ എപ്പോഴും നമ്മളുടെ ശരീരത്തിനെ വേറൊരാൾ വീക്ഷിക്കുന്നത് പോലെ വീക്ഷിക്കുമ്പോൾ വളരെ സുന്ദരവും ശാന്തതയും നിറഞ്ഞ ശരീരത്തിൽ നമ്മൾ കല്ലെടുത്തെറിയുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹാർമോണിയസ് നേച്ചർ മാറിപ്പോകുന്നു. ഈ പച്ചപ്പ് നിറത്തെ നിങ്ങളുടെ ശരീരത്തിനോടും ശാന്തതയെ നിങ്ങളുടെ മനസ്സിനോടും സങ്കല്പിക്കുക. വളരെ സാവധാനത്തിലായിരിക്കണം നിങ്ങൾ തിരികെ നിങ്ങളുടെ മുറിയിലേക്ക് വരേണ്ടത്. അവസ്ഥ കൈവിടാതെ പതുക്കെ തിരികെ വരിക. ആ ശാന്തതയും ആ പച്ചപ്പും ആ ഊർജവും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകണം. ഈ ഒരവസ്ഥയിൽ നമ്മളുടെ മനസ്സിനുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത ചെറിയ ഗുണങ്ങളിലേക്ക് പോകാം. എല്ലാവരോടും നമ്മൾ സൗഹൃദം കാണിക്കണം. നല്ല കാര്യങ്ങളോട് സൗഹൃദമായിരിക്കണം. കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ കരുണ ഉണ്ടായിരിക്കണം. നല്ല കാര്യം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണം.
തെറ്റുകളിൽ നിന്ന് വിട്ടുമാറി നിൽക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മളുടെ സ്വഭാവത്തിൽ വരുന്നതിലൂടെ നമ്മളുടെ മനസ്സിനെ നമുക്ക് സന്തോഷകരമാക്കാൻ പറ്റും. യോഗ ഫോർ വെൽബീയിങ്, മാനസിക സുഖം, ശാരീരിക ആരോഗ്യം, ഇവ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ശാരീരികമായിട്ടുള്ള വ്യായാമമുറ മാത്രമായിട്ട് യോഗയെ കാണാതെ നിങ്ങളുടെ ശരീരമാസകലവും നിങ്ങളുടെ മനസ്സിലുമുള്ള ചിന്തകളും നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളിലുമായിരിക്കണം. ദൃഢനിശ്ചയതയോടെ, സ്വീകാര്യതയോടെ, ആത്മാർത്ഥതയോടുകൂടി ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ നമ്മൾക്ക് യോഗാഭ്യാസത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും. ഈ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ സങ്കല്പത്തോടുകൂടി നമുക്ക് ഇന്നത്തെ യോഗാഭ്യാസം അവസാനിക്കും. കൈകൾ നമസ്കാര മുദ്രയിൽ കൊണ്ടുവരിക, കണ്ണുകൾ തുറക്കരുത്, നിവർന്നിരിക്കുക. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾ വിഭാഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ശാന്തി നേർന്നുകൊണ്ട് ക്ലാസുകൾ അവസാനിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കച്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പുറകിൽ കെട്ടി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിഞ്ഞ നെറ്റിതറയെ തൊടിയിക്കാനായിട്ട് ശ്രമിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരിക. കൈകൾ രണ്ട് നന്നായിട്ട് പിരിവി കണ്ണിൽ വയ്ക്കുക. 3 പ്രാവശ്യം ചെയ്യണം. ഒരിക്കൽ കൂടി അവസാനമായിട്ട് ഒരിക്കൽ കൂടി. കൈകൾ നമസ്കാര മുദ്രയിൽ കൊണ്ടുവന്ന് കണ്ണുകൾ തുറക്കുക. നമസ്തേ. ഇന്ന് നമ്മളുടെ ക്ലാസ്സുകൾ അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു മാഡം ഉണ്ട്, ബീന മാഡം, റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. മാഡത്തിനെ ഞാൻ കുറച്ച് വാക്കുകൾ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഒരു നിമിഷം, ആരും പോകരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ്. നമ്മളിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ മാഡം നമ്മളോട് വരുന്നതായിരിക്കും. നിങ്ങളോട് എല്ലാവരോടും കുറച്ച് വാക്കുകൾ സംസാരിക്കാനും നമ്മളുടെ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ മാമാണ്. 1 മിനിറ്റ്. എല്ലാവരും വളരെ നല്ല രീതിയിൽ എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സിൽ വരുന്നുണ്ട്. വളരെ സന്തോഷം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം പറയുന്നതാണ്. എന്തെങ്കിലും സംശയമോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ആസനാസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരുവിധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ അതാത് ക്ലാസ്സുകളിൽ റിപ്ലൈ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സാറ് ലിങ്ക് പ്രീവിയസ് വീഡിയോസിന് ചോദിച്ചിരുന്നു. അപ്പോൾ ഉടനെ തന്നെ നമ്മളുടെ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്ലേലിസ്റ്റായിട്ട് ലിങ്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുവരെയുള്ള ഇത്രയും ദിവസത്തെ നമ്മുടെ ഡെയിലി യോഗ പ്രാക്ടീസ് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തിനെ കുറിച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി.
ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും അസുഖത്തിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും? ഇല്ല. റീജിയണൽ ഔട്ട് എന്താ ഈ വർഷത്തെ യോഗ ഡേയുടെ മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ ബി വിത്ത് യോഗ, ബി അറ്റ് ഹോം എന്നായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാൻഡമിക് സിറ്റുവേഷൻ ആണ്. അത് കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇത്രയും വർഷം, ഇത്രയും നാളുകൾ, കഴിഞ്ഞ 21 ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ സെഷൻസും ആദ്യം തുടക്കത്തിലെല്ലാം നമ്മൾ ഓരോ ആസനാസ് സെപ്പറേറ്റ് ചെയ്ത് അതെങ്ങനെ പഠിക്കണം, അതെങ്ങനെ ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് അവസാനമൊക്കെ ആയി വന്നപ്പോൾ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളത് ഷെഡ്യൂളാക്കാൻ തുടങ്ങി. അപ്പോൾ പഴയ ലിങ്കുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അങ്ങ് ഷെഡ്യൂളായി വരുന്ന സമയത്ത് ആദ്യം അത് പഠിച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഉപയോഗം. കാരണം നന്നായിട്ട് ഓരോ ആസനങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പോസ്ചർ, അതിൻ്റെ പൊസിഷൻ അതെല്ലാം വളരെ കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ആസനം കൊണ്ടുള്ള ഫിസിക്കൽ ബെനിഫിറ്റ്സും നമുക്ക് പോസിറ്റീവായിട്ടുള്ള മെൻ്റൽ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടത്തുള്ളൂ. ആസനം കറക്റ്റായാൽ മാത്രമേ നമുക്ക് എന്ത് ഗുണമുള്ളൂ, നമ്മളുടെ ബ്രീത്തിങ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള റിലാക്സേഷൻ ആയിരുന്നാലും കോൺസെൻട്രേഷൻ ആയിരുന്നാലും അതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സോ എപ്പോൾ എവിടെ എങ്ങനെ യോഗ ചെയ്യും, ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ വെരി കറക്റ്റ് വേ. സോ എപ്പോഴും പൊതുവേ ഉള്ള മിസ്റ്റേക്സ് എന്താണ്, നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് പ്രാണായാമം തന്നെ ആകട്ടെ ഇങ്ങനെ വളഞ്ഞു പോകും ഇല്ലേ, ഇങ്ങനെ വളയരുത്. വളയാതെ മൂക്ക് സ്ട്രെയിറ്റ് ആക്കി വെക്കണം. ഓക്കെ, എന്നിട്ട് പതുക്കെ നമ്മൾ റിലീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പം ഈ മൂക്കിന്റെ പാലത്തിന് ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് വച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി പാലം സ്ട്രെയിറ്റ് ആവും. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ അടച്ച് ഒരു മൂക്കിൽ കൂടെ എടുത്ത് 2 മൂക്ക് അടച്ചതിന് ശേഷം ഒരു മൂക്ക് തുറന്നിട്ടേ ശ്വാസം വിടാവൂ. സാധാരണ എല്ലാവരും ഇങ്ങനെ ചെയ്യും, അതും ചെയ്യരുത്. ശ്വാസം എടുത്തു, ക്ലോസ് ഇറ്റ്, ഓപ്പൺ, എക്സെയിൽ. അതാണ് നമ്മൾ അടുത്ത ചെയ്യേണ്ടത്. സോ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ സ്ലോയില് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രാണായാമയിൽ ഇത് ശ്രദ്ധിക്കുക. രണ്ടാമത് എന്താ ശ്രദ്ധിക്കേണ്ടത്, ചെസ്റ്റ് മൂവ്മെന്റ്. ശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റ് അപ്വേർഡും അബ്ഡോമൻ ഫോർവേഡും ആയിരിക്കണം. ഓക്കെ, ശ്വാസം എടുക്കുമ്പോൾ ഫോർവേഡും ചെസ്റ്റ് മുകളിലോട്ടുമായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് 2 കാര്യങ്ങളും തന്നെ ചെയ്യുക. യാതൊരുവിധ ബ്രേക്കും വരാൻ പാടില്ല. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ചില ആസനാസ് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. എക്സാമ്പിൾ വജ്രാസനം. എല്ലാവരും പറയും എനിക്ക് മുട്ടുവേദനയാണ്, തൈസ് പെയിൻ ഉണ്ട് എന്നൊക്കെ പറയും. അതുകൊണ്ട് അത് ചെയ്യരുത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ വേരിയേഷൻസ് ഞാൻ പറഞ്ഞു തന്നു. ഓരോ പ്രോപ്സ്, അതായത് ബ്ലാങ്കറ്റ്, തോർത്തൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിൽ ട്രൈ ചെയ്ത് അതിൽ നമ്മൾ മാസ്റ്റർ ആയതിനു ശേഷം നമുക്ക് അതൊന്നും മാറ്റി വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്യും. എന്തെങ്കിലും സംശയം യോഗയെ കുറിച്ചുണ്ടെങ്കിൽ ചോദിക്കുക. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാം. ഏതെങ്കിലും അസുഖത്തിനെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സോ ഹോപ്പ് ഓൾ ഓഫ് യു ആർ ലൈക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. ക്ലാസ്സിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒരിക്കൽ കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. കാരണം ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് അത് ചെയ്തുകൊണ്ട് ഗുണമില്ലാതാകും അല്ലേ. സോ ഇരിക്കുന്ന കാര്യം ഒരു മിനിറ്റ് ഇതൊന്ന് വെച്ചോട്ടെ. ശരി, നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ ചെയ്യുമ്പോൾ കാലിൻ്റെ പാദങ്ങൾ ഇതുപോലെ വെക്കണം. കാല് നീട്ടുമ്പോൾ കാലിങ്ങനെ നീട്ടിയാണ് പലരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. കാലിതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇങ്ങനെ വളച്ചും വയ്ക്കരുത് ആസന ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് ഇനി എൻ്റെ മോൻ കാണിച്ചു തരാം. കാലിൻ്റെ കാര്യം കാണിക്കാനാണ്. പിടിക്കുമ്പോൾ ഇങ്ങനെ ഹുക്കിട്ട് പിടിക്കുക, തള്ളവരൽ ഹുക്കിട്ട് പിടിക്കുക. എന്നിട്ട് വെളിയിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോഴും കാലിങ്ങനെ തന്നെ വെക്കണം. അത് ഒന്നാമത്തെ കാര്യം. അടുത്ത എൽബോ ആണെങ്കിലോ വെളിയിലോട്ട് ബെൻഡ് ചെയ്ത് താഴ്ത്തിയിട്ടേ പോകാവൂ. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലിവർ പോലെ ബോഡി ഇങ്ങനെ വരും. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ഒരു സ്റ്റക്ക്, ഒരു മുടക്കം വരുന്ന പോലെ നമുക്ക് തോന്നും. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ എല്ലാ ക്ലാസ്സിലും അങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ മുന്നിലോട്ട് കുനിയുന്ന അവസരത്തിൽ, അവിടെ മുന്നിലേക്ക് കുനിയുന്ന അവസരത്തിൽ എന്താണ്, കുനിയുമ്പോഴും നമ്മൾ ലോവർ ബാക്ക് റീജിയനിൽ നിന്ന് വേണം അത് കുനിയാനായിട്ട്. അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മളെ ശരീരം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ശരീരം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എപ്പോഴും ചോദിക്കുമെന്ന് വിഷമം വിചാരിക്കരുത്. എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, സംശയം ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് നമ്മളുടെ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ അന്താരാഷ്ട്ര യോഗാ ദിനവുമായിട്ട് സംഘടിപ്പിച്ച 21 ദിവസത്തെ യോഗ ഡെയിലി ട്രെയിനിങ് ആണ്. അതിൽ ഒത്തിരി പേർക്ക് മെസ്സേജുകൾ വഴിയും അല്ലാതെയും നമുക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു എന്നുള്ളത് അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷം. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ബീന മാമിന് കയറാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് മാം റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് കെ ബീന മാം. ഞാൻ മാമിന്റെ പേരിലും എൻ്റെ പേരിലും റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ പേരിലും ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഇന്നിവിടെ അവതരിപ്പിച്ച എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഒരു അവസരത്തിൽ വീണ്ടും കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. വി വിത്ത് യോഗ, ബി അറ്റ് ഹോം. ബൈ.